PV അൻവർ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലമ്പൂർ ബൈപ്പാസിന് ഏകദേശം 200 കോടിയിലധികം രൂപയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങ് നേരത്തെ MLA ആയിരുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർത്തിയാവാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിനൊരു പൈസ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ഈ കാള പ്രസവിച്ചു. ഈ കാള ആദ്യമായിട്ടല്ല പ്രസവിക്കുന്നത്. ഒരു 2016 ഞാൻ MLA ആയി. 16, 17, 18, 19 തൊട്ടിട്ട് 19 ബഡ്ജറ്റ് തൊട്ടിട്ട് പ്രസവിച്ച ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോൾ ഇത് പ്രസവിക്കും. ഇതൊരാളെ പറ്റിക്കുന്ന ഏർപ്പാടിലപ്പുറം അതിലൊന്നും കരുതണ്ട. കാരണം 2022, 23 കാലഘട്ടത്തിൽ പരമാവധി പൂർത്തിയാകേണ്ട ഒരു കാര്യമാണത്. 2012, 13 കാലഘട്ടത്തിൽ അക്വയർ ചെയ്ത ഭൂമിയാണ്. 300ഓളം കുടുംബങ്ങളുണ്ട്. അവരുടെ ദുരവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമാണ്. സ്വന്തമായ ഭൂമി ഇതിനു വേണ്ടി അക്വയർ ചെയ്തിട്ടിട്ട് അവർക്ക് പണം കൊടുക്കാതെ, അവർക്ക് ആ വീട് ഉപയോഗിക്കാൻ കഴിയാതെ, ആ വീട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പലരും വീട് വിട്ടിറങ്ങി വാടകയ്ക്ക് താമസിക്കുകയാണ്. അത്രയും ദുരന്തമാണ്. ഈ ദുരന്തത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്നതാണ്. 2016, 21 കാലഘട്ടത്തിൽ ഏകദേശം അതിൻ്റെ ലീഗൽ വിഷയങ്ങൾ മുഴുവൻ പൂർത്തിയാകുകയും സർവേകൾ പൂർത്തിയാകുകയും ഒക്കെ ചെയ്ത് 2021 ഗവൺമെൻറ്റിൽ 21, 26 ഈ ഗവൺമെൻറ് അത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഉദ്ദേശിച്ചാണ്. 16 ഞാൻ മത്സരിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഇലക്ഷൻ വിഷയമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. അങ്ങനെ പറ്റിക്കപ്പെട്ടൊരു ജനതയാണ്. പക്ഷേ 21 ശേഷമുണ്ടായ ഡെവലപ്മെൻറ്റ്, മുഹമ്മദ് റിയാസ് PWD മിനിസ്റ്റർ ആയി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് MLA നിലക്ക്. അതിലെ ഒരു ദുരന്തത്തിൻ്റെ ബാക്കിയായിട്ടാണ് സത്യത്തിൽ ഈ ബൈപ്പാസിനെയും ഇവർ നീട്ടിക്കൊണ്ടുപോയത്. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഫൈനാൻസ് ക്ലിയറൻസ് കിട്ടി 247 കോടി ആന ചേന എന്നൊക്കെ പറയാൻ തുടങ്ങിയത് കുറേയായി. അത് അവിടുത്തെ ജനങ്ങൾക്കറിയും. നേരത്തെയും സമാനമായ രീതിയിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറയേണ്ടതാണ് ഇതിനെപ്പറ്റി കൃത്യമായി അറിയുന്നത് ഈ വസ്തു സർക്കാരിന് കൊടുത്ത ആളുകളുണ്ടല്ലോ. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക അവരുടെ മാനസികാവസ്ഥ എന്താണ്, എന്തുമാത്രം അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട്, എത്ര തവണ അവരുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ഈ 21, 26 നിങ്ങൾ ആലോചിക്കും. നമ്മൾക്കെന്താ പറയുക, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വസ്തുതാപരമായിട്ട് ഇതിനെ അടിവരയിട്ടുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിൽ കുറച്ച് ഡീറ്റെയിലേക്ക് പോകാത്തത്. ഈ ഡീറ്റെയിൽസൊക്കെ നിലമ്പൂരിലെ ജനങ്ങളോട് നമ്മൾ പറയും, ഒന്നും കൂടി വിസ്തരിച്ച് പറയുന്നത് ഏത് വിധത്തിലാണ് ഈ പദ്ധതികളെയൊക്കെ റിയാസിൻ്റെ സ്വാധീനം, എന്തിനു വേണ്ടിയാണ് റിയാസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്, ഇതിലൊക്കെ രാഷ്ട്രീയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഞ്ചായത്ത് അല്ല അത് അത്രയേ ഉള്ളൂ. അത് ആളുകൾക്കറിയും, അത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയും. ഈ പറയപ്പെടുന്ന വർഷത്തിന് ശേഷം 98 വിജ്ഞാപനം ഇറക്കുന്നത്, ഇത്തരം ഒരു പദ്ധതി നിർദ്ദേശിക്കപ്പെടുന്നത്. അതിനുശേഷം സജീവമായിട്ട് തെരഞ്ഞെടുപ്പുകൾ പ്രചാരണ വിഷയം മുന്നണികളൊക്കെ തന്നെ പറഞ്ഞിരുന്ന വിഷയം. ഇപ്പോഴും നിലമ്പൂരുകാരെ സംബന്ധിച്ച് അതൊരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുന്നത്. നിലമ്പൂരുകാരല്ല, സത്യത്തിൽ അത് നിലമ്പൂരുകാരെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന CNG റോഡിലെ മെയിൻ റോഡിൻ്റെ ഒരു ബൈപ്പാസാണ്. ഒരു അങ്ങാടിയുടെ ബൈപ്പാസല്ല, തമിഴ്നാട് കർണാടകയിലേക്ക് കടന്നു പോകുന്ന റോഡാണത്. ആ തമിഴ്നാട് ബൗണ്ടറിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ബൈപ്പാസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വസ്തുതകളാണ്. ആ വസ്തുതകളൊക്കെ ഉണ്ടെങ്കിലും മുഹമ്മദ് റിയാസ് മന്ത്രിയായി വന്നില്ലായിരുന്നെങ്കിൽ 21, 22 കാലഘട്ടത്തിൽ ഇത് പൂർത്തിയാകുമായിരുന്നു. അതിന് തടയിട്ടത് മുഹമ്മദ് റിയാസാണ്. അത് എന്തിന് തടയിട്ടു, എങ്ങനെ തടയിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയാനുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലുള്ളൊരു പ്രഖ്യാപനം മാത്രമാണ് എന്നുള്ളതാണോ അദ്ദേഹം അങ്ങ് ഈ പറയപ്പെടുന്ന ഇടത് സർക്കാരിനെ വിമർശിക്കുന്നത്? ഒന്നും നടക്കാൻ പോകില്ല എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? ഇതൊന്നും നടത്താനില്ല, നേരെ ഒന്നുമില്ല. ആ പാവപ്പെട്ട മനുഷ്യരുടെ പൈസയെങ്കിലും കൊടുത്താൽ മതി, അതിനെങ്കിലും സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. മനസ്സിലായില്ലേ? 300ഓളം കുടുംബങ്ങളുണ്ട്. അതെ 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 അതെ, അതാണ് അതിലെ മാനുഷിക വിഷയം. ആ മാനുഷിക വിഷയമെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമമാണ് അവസാനം നടത്തിയിരുന്നത്. ബൈപ്പാസ് നിൽക്കട്ടെ, ആ അക്വയർ ചെയ്ത ലാൻഡിൻ്റെ പൈസ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവസാനം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ തടയപ്പെട്ടു. അത് നമുക്ക് പറയാം, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ പറയും.
എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രഖ്യാപനം, ആ നിലമ്പൂർ ബൈപ്പാസുമായിട്ടുണ്ടായിട്ടുള്ള പ്രഖ്യാപനം, അതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. നേരത്തെയും സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് നിലമ്പൂരിലെ മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള PV അൻവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.